അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ കുട്ടികളെ, നാളെ നമുക്ക് ലിസാനുൽ ഖുർആന്റെ പരീക്ഷയാണ്. ലിസാനുൽ ഖുർആനിലെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, മിസാലുൽ മുഅറബി, മുഅറബിന്റെ ഉദാഹരണം. അപ്പൊ മേലെ ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൽ മുഅറബ് ഏതാണ്? മുഅറബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനത്തെ അക്ഷരം ഇങ്ങനെ മാറ്റാൻ പറ്റും. അതായത് ഇപ്പോ ബുൻ, ബിൻ, ബുൻ, അങ്ങനെ ഫതഹും കസുറും ലമ്മൊക്കെ കൊടുക്കാൻ പറ്റുന്നത് എനിക്കാണ് എന്ത് പറയുക? മുഅറബ് എന്ന് പറയുക. ഇതിൽ അങ്ങനെ പറ്റുന്നത് ഇത് മാത്രമാണ്. ഏത്? ത്വാലിബുൻ. അപ്പൊ ഇവിടുത്തെ മുഅറബിന്റെ ഉദാഹരണം ഏതാണ്? ത്വാലിബ് എന്നുള്ളതാണ്. അടുത്ത് മബ്നി പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്, അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. അതിന് ഉദാഹരണമാണ് മന്ന്. മന്ന് എപ്പോഴും മന്ന് തന്നെ ആയിരിക്കും. അത് മൻ, മനി, മുനു, മുന അങ്ങനൊന്നും പറ്റൂല, മൻ തന്നെ പറയാം. അടുത്ത മൂന്നാമത്തെ മിസാൽ മാദിൽ മുസ്ബത്ത്, മുസ്ബത്തായ മാദി. അതായത് മുസ്ബത്താകുന്ന സമയത്ത് അതിന്റെ തുടക്കത്തിൽ മായോ ലായോ ഉണ്ടാവില്ല. അത് ആ ട്രിക്ക് നോക്കിയാൽ മതി. മുസ്ബത്താകുമ്പോൾ തുടക്കത്തിൽ മായും ഉണ്ടാവില്ല, ലായും ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ അങ്ങനത്തെ മായും ലായും ഇല്ലാത്ത ഏതാണ്? ജലസ ഉണ്ട്, പിന്നെ യജ്ലിസും ഉണ്ട്. ഇനി എങ്ങനെയാണ് മാദിയാണോ മുലാരിയാണോ മനസ്സിലാക്കുക? മാദിയാണെങ്കിൽ ഈ എല്ലാത്തിനും ഒരേപോലെ ഫതഹ് വരെ ആയിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഫ അല, അപ്പൊ എല്ലാത്തിനും ഫതഹ് അല്ലേ? അപ്പോൾ അതേപോലെ ഇങ്ങനെ എല്ലാത്തിനും ഫതഹ് വരുന്ന രൂപത്തിലുള്ള വാക്കായിരിക്കും മാദി ഉണ്ടാവുക. അപ്പൊ ഇതിലേതാണ് എല്ലാത്തിനും ഫതഹ് വരുന്ന രൂപത്തിൽ? എല്ലാ അക്ഷരത്തിനും ജലസയാണ് അല്ലേ? അപ്പൊ ഇവിടുത്തെ മാദി മുസ്ബത്തിന്റെ ഉദാഹരണം ഏതാണ്? ജലസയാണ്. അടുത്ത മാദി മംഫീന് ഉദാഹരണം. അപ്പൊ അതിൽ തുടക്കത്തിൽ മാ ഉണ്ടാകും, അപ്പൊ മാജലസ. കണ്ടോ? മാജലസ. അടുത്ത മിസാൽ മാദി മുലാരിൽ മുസ്ബത്താണ്. അപ്പൊ ഇനി ഏതാ ഉള്ളത്? മാ ഇല്ലാത്ത ല യജ്ലിസു ആണ്. മിസാൽ മുലാരിൽ മംഫി പറയുമ്പോൾ ലാ ഉണ്ടാവും, അപ്പൊ ലാ യജ്ലിസും. അടുത്ത ബലദുൻ, ബലദിന്റെ എന്താ? ബിലാദുൻ. സൂഖുൻ, അസ്വാഖുൻ. നഖുദുൻ, നുഖൂദുൻ. ബൈത്തുൻ, ബുയൂത്തുൻ. അടുത്തത് എന്താണ്? ജാറും മജ്റൂറും എഴുതാനാണ്. ജാറ് എന്ന് പറഞ്ഞാല് അതിന്റെ ആ ജാറ് വന്നതിന്റെ അപ്പുറത്തെ വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് എന്ത് കൊടുക്കും? കസർ വരും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഉദാഹരണം നോക്കുക. സഅലൽ മുഅല്ലിമു അനി തിൽമീദി. ഇവിടെ എത്ര വാക്കുണ്ട്? 1, 2, 3, 4. ഇത് 4 വാക്കുണ്ട്. ഈ 4 വാക്കിലൂടെ എന്തുണ്ട്? ജാറുണ്ട്. ജാറുണ്ട് എങ്ങനെ മനസ്സിലാക്കാം? ആ ജാറിന്റെ അപ്പുറത്തെ വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് കസറായിരിക്കും. നോക്കാം, ഇതിന്റെ അപ്പുറത്തെ വാക്ക് ഇതാണ്. ഇതിന്റെ അവസാനത്തെ അക്ഷരത്തിന് കസറുണ്ടോ? ഇല്ല. അപ്പൊ ഇത് പറ്റൂല. അപ്പൊ ഇതല്ല. ഇനി ഇവിടെ ആനി ഉണ്ട്. ഇത് ആകെ 2 അക്ഷരമുള്ളൂ. ഇതൊരു വാക്ക് നമുക്ക് പറയാൻ കഴിയില്ല അല്ലെ? ആയിക്കോട്ടെ. ഇവിടെ കണ്ടോ വാക്കുണ്ട്, അവസാനത്തെ അക്ഷരത്തിൽ കസറുണ്ടോ? ഉണ്ട്. അപ്പൊ ഇതിന് ശേഷം ഇത് വന്നു. അപ്പൊ ഇതാണ് ജാറ്, ഇതാണ് മജ്റൂർ. കണ്ടോ? അപ്പൊ ജാറ് എന്ന് പറഞ്ഞാല് അതിന് ശേഷം ഉള്ള വാക്കിന് കസറുണ്ടെങ്കിൽ അതിന്റെ ബാക്കിലുള്ള ഈ വാക്കിനാണ് ജാറ് എന്ന് പറയുക. ഇതായിരിക്കും എന്ത്? മജ്റൂർ. അപ്പൊ ജാറ് ഇവിടെ എഴുതണം അനി, മജ്റൂർ അതിന്റെ അപ്പുറത്ത് തിൽമീദ് എന്നുള്ളത് അപ്പുറത്ത് എഴുതണം. ഓക്കെ. അടുത്ത് അൽഹംദുലില്ലാ. ഇവിടെ നിങ്ങൾ പറയും എത്ര വാക്കുണ്ട്? അവിടെ 2 വാക്കുണ്ട്. അൽഹംദുലില്ലാ. അപ്പൊ അവിടെ കസറുള്ളത് ലില്ലാഹി എന്നുള്ള അവസാനം കസറുണ്ട്. അപ്പോ അവിടെ ഏതാണ് ജാറ? ഏതാണ്? കാണുന്നില്ല അല്ലെ? കാണുന്നില്ല. പക്ഷെ ഇവിടെ എന്തുണ്ടെന്ന് അറിയാം? ലീ. കണ്ടോ? ലീ വേറെ, അള്ളാഹു വേറെയാണ്. മനസ്സിലായോ? അപ്പൊ ലീ ആണ് ഇവിടെ ജാറ്, പിന്നെ അള്ളാഹു എന്നുള്ളതാണ് എന്ത്? മജ്റൂർ. മനസ്സിലായോ? അപ്പൊ അള്ളാഹു എന്നുള്ളതും ലീയും അള്ളാഹും കൂട്ടി എഴുതുമ്പോ ലില്ലാഹി എഴുതിയതാണിത്. ഓക്കെ. അൽ മാലു കല്ലില്ലി. നിങ്ങൾ പറയും ഇവിടെ കസറുണ്ടല്ലോ, അപ്പൊ ഇതാണ് ജാർ, കായാണ് ജാർ. ഇത് ഒറ്റ വാക്കല്ല, ഈ കാ വേറെ ലില്ല് വേറെ. അപ്പോ കാ ജാറും ലില്ല് മജ്റൂറും. ഇന്നൽ അബ്റാറ ലഫീ നഈം. എത്ര വാക്കുണ്ട്? 1, 2, 3, 4 വാക്കുണ്ട്. ഇതിലെവിടെ കസറുള്ള വാക്കുണ്ടോ? ഇല്ല. പക്ഷെ ഇതിൽ കസറുണ്ട്. എവിടെയെന്നറിയോ? അവസാനം ഇവിടെ കസറുണ്ട്. അപ്പൊ ഇവിടെ എന്തിനാ സുക്കൂന് കൊടുത്തത്? അതിങ്ങനെ നിർത്തിയായതുകൊണ്ട് സുക്കൂന് കൊടുത്തു. ഇപ്പൊ നമ്മൾ ഖുർആനിലൊക്കെ എന്താവും? ഇപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നോതും. നിങ്ങൾ മുസാഫ് എടുത്ത് നോക്കി ആലമീന എന്നാ ഉണ്ടാവുക. അതെന്തുകൊണ്ടാണ്? അവിടെ നമ്മൾ നിർത്തുന്ന സമയത്ത് സുക്കൂന് കൊടുക്കുന്നത്. അതേപോലെ ഇവിടെ നിർത്തുന്ന സമയത്ത് സുക്കൂന് കൊടുത്താൽ ശരിക്കും ഇവിടെ എന്താ ഉള്ളത്? കസറാണുള്ളത്. അപ്പൊ ഇവിടെ കസർ വന്നാൽ ഇതായിരിക്കും എന്ത്? ജാറ്. അപ്പൊ ഇവിടെ ലഫി എന്നുള്ളതാണോ ജാറ്? അല്ല. ലാ വേറെ, ഫീ വേറെ. അപ്പൊ ഫീ ആണ് ജാറ്. ഫീ ജാറ് നഈം മജ്റൂറും. ഓക്കെ. അടുത്ത നക്തുബുൽ മാന ഇതാനാ. മൽഫൂഫുൻ. മൽഫൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? കാബേജ്. ഹുമ്മ എന്ന് പറഞ്ഞാല് പനി.
ഉൽഖാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേമ്പ്. വുദിഅ എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കപ്പെട്ടു. അടുത്ത് മുസ്ബത്തും മൻഫിയും വേർതിരിക്കാനാണ്. ഇവിടെ മൻഫി എഴുതണം, ഇവിടെ മുസ്ബത്ത് എഴുതണം. ഒരു കാര്യങ്ങൾ ഉറപ്പിച്ചോളി, മൻഫിയാണ് ഉണ്ടെങ്കിൽ അതിന്റെ തുടക്കത്തിൽ മായോ അല്ലെങ്കിൽ ലായോ ഉണ്ടാവും. നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ മാ വരുന്ന വാക്കോ ലാ വരുന്ന വാക്കോ ഇവിടെ നോക്കുക. മാ ഹദറ നൗഫൽ, അപ്പൊ അത് മൻഫിയാണ്. ഇതിൽ മാ ഉണ്ടോ ലാ ഉണ്ടോ? അൽ മുഅ്മിനു ലാ യക്ദിബു, ലാ ഉണ്ടല്ലോ, അപ്പൊ ഇത് മൻഫിയാണ്. അൽ മുഅ്മിനു യഷ്കുറുല്ലാഹ്, ഇതിലില്ലല്ലോ, അപ്പോ ഖറജത്തുല്ലാബു അൽ മുഅ്മിനു യഷ്കുറുല്ലാഹ്, ഇത് രണ്ടും മുസ്ബത്ത്. ബാക്കി മായും ലായും ഉള്ളത് മൻഫി. അത് വളരെ സിമ്പിളാണ്. അടുത്ത് ഞാൻ മദ്രസയിലേക്ക് പോകുന്നു. ഇങ്ങനെ അർത്ഥം അറബി എഴുതാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ല, മദ്രസ എന്ന് അറിയെങ്കിൽ നിങ്ങൾ മദ്രസ എന്ന് എഴുതി വെച്ചാൽ മതി, അത് നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. പിന്നെ ഞാൻ മദ്രസയിലേക്ക് പോകുന്നു, ഇവിടെ എന്തൊക്കെ വേണം? ഞാൻ വേണം. ഞാൻ എന്നുള്ളതിന് നമ്മൾ പഠിച്ചത് അന എന്നാണ്, പക്ഷെ അത് ഇവിടെ എഴുതാൻ പറ്റൂല. പിന്നെന്താ വേണ്ടി? പോകുന്നു എന്നുള്ളതാണ്. പോകുന്നു എന്നുള്ളതിന് പിന്നെ അദ്ഹബു എന്നാ പറയാം. അപ്പൊ ഞാൻ പോകുന്നു അദ്ഹബു. മദ്രസയിലേക്ക് എന്ന് പറയാൻ ഇല എന്ന് കൊടുക്കുക. അപ്പൊ അദ്ഹബു ഇലൽ മദ്രസത്തി, ഇത് എൻ്റെ മദ്രസയാണ്. ഹാദിഹി മദ്രസത്തി, ഹാദിഹി മദ്രസത്തി. അടുത്തത് എന്താണ്? ഇത് പൂരിപ്പിച്ച് എഴുതാണ്. കതബ്ത, ബാക്കി എന്താ? കതബ്തുമാ കതബ്തും, കതബ്തി കതബ്തുമാ കതബ്തുന്ന. അടുത്ത് മാ കതബ മാ കതബ മാ കതബു മാ കതബത്ത് മാ കതബത്ത മാ കതബിന. അടുത്ത അറബി മലയാളം എഴുതാനാണ്. അൽ മുഅ്മിനു ലാ യദ്ലിം, വിശ്വാസി എന്ത് ചെയ്യൂല? ആക്രമിക്കൂല. അൽ ഗനമു യഅ്കുലുൽ ഉഷ്ബ, അപ്പൊ ആട് പുല്ല് തിന്നും. അൽ ഗനമു യഅ്കുലുൽ ഖശ്ബ, ആട് പുല്ല് തിന്നും. അപ്പൊ ഇതാണ് നമ്മുടെ 6ാം ക്ലാസ്സിന്റെ ലിസാന്റെ ചോദ്യപേപ്പർ. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.